Hello everyone, welcome back. This is Nirjana here from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുർത്ത സെറ്റ് ഹോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ആമസോണിൽ എപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലും ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. സോ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ കുറേ പുതിയ കുർത്ത സെറ്റ് ലോഞ്ചസ് കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഗുഡ്, ദിസ് ലുക്സ് നൈസ് എന്ന് തോന്നി. ആസ് യൂഷ്വൽ വെൻ ഐ ഷോ ദ പ്രോഡക്റ്റ് ഞാൻ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി, വാഷ് കെയർ എങ്ങനെയുണ്ട് അങ്ങനത്തെ റിവ്യൂസൊക്കെ ഷെയർ ചെയ്യും. യൂഷ്വലി ഇങ്ങനെ ഞാനിപ്പോൾ ഒരു 8-9 ഓർഡർ ചെയ്തിട്ട് അതിൽ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാറുള്ളൂ. ബാക്കി ഞാൻ റിട്ടേൺ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതും ക്വാളിറ്റി ഉള്ളതും ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുകളും കാണും. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് കുർത്ത സെറ്റാണ്. എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി അറിയാമോ ഫോട്ടോ പോലെ ആയിരിക്കത്തില്ല, എന്നാലും ഹൗ ബാഡ് കുഡ് ഇറ്റ് ബി. അങ്ങനെ ഞാനങ്ങ് ഓർഡർ ചെയ്തു. കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ദുപ്പട്ട മേ ബി കുറച്ച് ഡിഫറെൻ്റ് ആണ് ഫോട്ടോയിലേക്കാളും, പക്ഷേ ടോപ്പ് ഫോട്ടോയിൽ കണ്ട എക്സാക്ട് മോഡൽ പോലെ തന്നെയാണ്. ഭയങ്കര കംഫർട്ടബിൾ റയോൺ മെറ്റീരിയലാണ്. ഈ മറ്റേ സ്ക്വയർ പോലത്തെ സാധനമില്ലേ, അത് പാച്ചാണ്. ബാക്കി നെക്കിൻ്റെ ഏരിയയിൽ അത് മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ആൻഡ് വെരി കംഫർട്ടബിൾ ടു വെയർ ഓൾസോ. ദുപ്പട്ട ആണെങ്കിലും ആ ഒരു ഈ ബ്ലാക്ക് ആൻഡ് റെഡ് ഒരു ഭയങ്കര എവർഗ്രീൻ കോമ്പിനേഷനാണല്ലോ. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ജ്വല്ലറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ലുക്സ് റിയലി നൈസ്. ഇതിപ്പോൾ ഒരു പലാസോ പാൻറ്റിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഷോൾ ഒരു സിംഗിൾ സൈഡായിട്ട് ഇടാൻ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഒരു ഡബിൾ ലെയറോയിൽ ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. എനിക്കെന്തായാലും ഭയങ്കര കംഫർട്ടബിളി തോന്നി ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാനായിട്ട്. ഇറ്റ് ലുക്സ് റിയലി നൈസ് ആൻഡ് വെരി ക്ലാസി ഓൾസോ. സെക്കൻഡ് വൺ ഞാൻ ട്രൈ ചെയ്തത് എൻ്റെ സ്ഥിരം കളറേ അല്ല, ബ്ലൂ ഫാമിലി എന്നൊരു കളർ അങ്ങ് പിക്ക് ചെയ്തു. നെക്കിലെ വർക്ക് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഈ ഒരു എംബ്രോയ്ഡറി പോലെയൊക്കെയാണ് ആൻഡ് അതേ വർക്ക് തന്നെ സ്ലീവിലും ഉണ്ട്. അല്ലാത്ത പക്ഷം ബോഡി പ്ലെയിൻ ആണ്. ഇതും ഫസ്റ്റ് കാണിച്ചതും രണ്ടും അനാർക്കലി മോഡലിലുള്ള കുർത്ത സെറ്റ്സ് ആണ്. ഇതൊരു കുറച്ചുകൂടെ ഒരു പാർട്ടി വെയർ ലുക്കുണ്ട്. കാരണം എൻ്റെ പാൻറ്റ് പ്ലെയിൻ ആണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഹാസ് പോക്കറ്റ്സ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ഓൾസോ പോക്കറ്റ് വന്നിട്ട്. ഈ സ്കാലപ്പിംഗ് ഉള്ളൊരു ദുപ്പട്ട, അത്ര ഒരു വീതി കൂടുതലുള്ളൊരു ദുപ്പട്ടയല്ല. എനിക്ക് ദുപ്പട്ട ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കളർ നല്ല ഭംഗിയായിട്ട് തോന്നി. ആൻഡ് ഫിറ്റിംഗ് വാസ് ഓൾസോ റിയലി നൈസ്. ഞാൻ യൂഷ്വലി എക്സലാണ് ഇടുന്നത്. ഇന്ന് ഞാൻ ട്രൈ ചെയ്തതെല്ലാം എക്സലാണ്. ഫിറ്റിംഗ് ലുക്സ് ഗുഡ്. ആവശ്യത്തിനൊരു ലെങ്ത് ഉണ്ട്. ആൻഡ് ഇപ്പോൾ ആങ്കിൾ ലെങ്ത് പാൻ്റ് ആണല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഈ വാച്ച് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയതാണ്. എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഹസ്ബൻഡ്. ദിസ് ഇസ് ബൈ ടൈറ്റൻ സൊനാറ്റ. ആ വാച്ചും ഇതുമായി മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി. എനിക്ക് കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ കാണിച്ചതിൽ ഫസ്റ്റ് ബ്ലാക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും വേറെ പല കളേഴ്സും ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിലും ഒരു ലെമൺ ഗ്രീൻ അവൈലബിൾ ആണ്, ബട്ട് ഐ തിങ്ക് ബ്ലൂ റിയലി സ്റ്റാൻഡ്സ് ഔട്ട്. ദ നെക്സ്റ്റ് വൺ, ദിസ് വാസ് എ പ്ലസൻറ്റ് സർപ്രൈസ്. സോ ഒരു നല്ലൊരു റോസാപ്പൂവിൻ്റെ കളർ, ഒരു റെഡിഷ് പിങ്ക് കളർ ഒരു ഡ്രസ്സ്. ഇത് മൾട്ടിപ്പിൾ കളേഴ്സിൽ അവൈലബിൾ ആണ്, ബട്ട് ഈ കളർ ഭയങ്കര പ്രിറ്റി ആയിരുന്നു. നെക്കിലാണെങ്കിലും ത്രൂ ഔട്ട് ബോഡിയിലാണെങ്കിലും ഈ പെയിൻ്റ് അല്ല കേട്ടോ, ആക്ച്വലി എംബ്രോയ്ഡറി പോലെയാണ്. ഷോളിനറ്റത്ത് ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ട്, ബട്ട് ഷോൾ പ്ലെയിൻ ആണ്, ബോട്ടവും പ്ലെയിൻ ആണ്. ഇടുമ്പോൾ ഭയങ്കര പ്രിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കുറച്ച് ടൈറ്റ് ഫിറ്റിംഗ് ആണ്. മേ ബി ഐ ക്യാൻ ഗോ ഫോർ 1 size ഹയർ, ബട്ട് നോട്ട് എ പ്രോബ്ലം. ലൈക്ക് ബോട്ടമൊക്കെ കംഫർട്ടബിൾ ആണ്, ഓക്കെയാണ്. ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ദുപ്പട്ട ഇടാത്തിട്ടാലും കുഴപ്പമില്ല. ഷോൾ മേ ബി തോളത്ത് കൂടി ഇടുന്നതിനെക്കാട്ടിലും നെക്കിൽ കൂടി ഇടുന്നതായിരിക്കും നല്ലത്, കാരണം ദുപ്പട്ടയിൽ അങ്ങനെ വർക്കൊന്നുമില്ല. ഫിറ്റിംഗ് ഇതും ഒരു അനാർക്കലി ടൈപ്പാണ്. എൻ്റെ ഹൈറ്റ് 5'8" ആണ്. അത് വെച്ച് എനിക്ക് കിട്ടുന്ന ഒരു ലെങ്ത് കാണുന്നുണ്ടല്ലോ. ഇതുവരെ ഞാൻ ഈ എടുത്തിട്ടുള്ള ബ്രാൻഡ്സ് ലൈക്ക് ക്ലോസിയ, നെർമോസ, ഇതൊന്നും കഴുകുമ്പോൾ അങ്ങനെ ചുരുങ്ങിയതായിട്ടൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഇതും ഐ എക്സ്പെക്ട് ദ സെയിം. ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു ഒലിവ് ഗ്രീൻ കളർ കുർത്ത സെറ്റാണ്. ഇതിൻ്റെ നെക്കിൽ വരുന്ന ഒരു വർക്ക്, ഒരു എംബ്രോയ്ഡറി പോലെ വരുന്ന വർക്ക് ഭയങ്കര വൃത്തിയായിട്ട് തോന്നി. അതേ വർക്ക് തന്നെ കയ്യിലും ഉണ്ട്. ബാക്കി ബോഡിയിലൊക്കെ വരുന്നത് ഈ ഗോൾഡൻ ഡിസൈൻസ്, അത് ആക്ച്വലി പെയിൻറ്റ് പോലെയാണ്. ബട്ട് നെക്കിൽ ഇറ്റ് ലുക്സ് റിയലി നൈസ്. കുറച്ചൊരു ഭംഗിയുള്ളൊരു കളറാണ്. ഇവരുടെ ഡിസ്പ്ലേയിലുള്ള അത്രയും ഒരു പച്ചയല്ല. എൻ്റെ വീഡിയോയിൽ കാണുന്ന ഏതാണ്ട് അങ്ങനത്തെ ഒരു കളർ തന്നെയാണ്. ഒരു ഒലിവ് ഗ്രീൻ ചാണകപ്പച്ച കോമ്പിനേഷനാണ്. ബട്ട് ഇറ്റ് ലുക്സ് റിയലി നൈസ്. അനാർക്കലി ടൈപ്പാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഓഫീസ് വെറൈറ്റി യൂസ് ചെയ്യാം. അതല്ലാതെ ഓഫീസിൽ ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ഇട്ടുകൊണ്ട് പോകാം. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ദുപ്പട്ടയിലാണെങ്കിൽ ഈ എംബ്രോയ്ഡറിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ദുപ്പട്ടയിൽ ഈ പെയിൻറ്റിൽ ഇതേപോലെ തന്നെ ഒരു വർക്കുണ്ട്. പിന്നെ ദുപ്പട്ട നമ്മൾ എപ്പോഴും ഒന്ന് വാഷ് ചെയ്യത്തില്ലല്ലോ, സോ ദാറ്റ് ഈസ് ഓക്കെ. അതല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ്ലി വാഷ് ചെയ്താൽ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് പെയിൻറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്, മറ്റേ ഫോയിൽ പെയിൻറ്റില്ലേ അങ്ങനെ. ബട്ട് കളർ ഇസ് റിയലി നൈസ്. പാൻറ്റ് സിമ്പിൾ പാൻറ്റാണ്. ഗോൾഡൻ ജ്വല്ലറിയുടെ കൂടെ കിട്ടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് റിയലി നൈസ്. ഈ ഒരു പ്രൈസ് പോയിൻറ്റിന് ഒരു ഫുള്ളി സ്റ്റിച്ച്ഡ് കുർത്ത സെറ്റ് എന്നുള്ള നിലയിൽ പ്ലസ് നെക്കിലെ ആ ബ്യൂട്ടിഫുൾ വർക്കും എല്ലാം ചേർത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിറ്റിങ്ങും നല്ലതാണ്. ഇതും വേറെ കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. ബട്ട് ഈ ഒരു കളർ ഒരു യുണീക്നെസ് ഉണ്ടെന്ന് തോന്നി. നമ്മൾ ഇത്രയും കോമൺ ആയിട്ട് കാണാത്തൊരു കളറാണല്ലോ.
പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു ഗ്രീൻ കുർത്ത സെറ്റാണ്. ഇത് ഫോട്ടോയിൽ കണ്ട എക്സാക്ട് സാധനം തന്നെയാണ് കിട്ടിയത്. ഇത് 5-6 കളറിൽ അവൈലബിൾ ആണ്. യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. നെക്കിലെ വർക്കാണെങ്കിലും താഴോട്ടും അതുപോലെ ഈ സ്ലിറ്റിന് അവിടെയുള്ള വർക്കും എല്ലാം കണ്ടതുപോലെ തന്നെ. ബോട്ടം പലാസോ പാൻറ്റ് പോലെയാണ്. ബോട്ടത്തിനടിയിലും ഇന്നത്തെ ഡിസൈൻസിൽ നമ്മൾ ബോട്ടത്തിലൊരു ഡിസൈൻ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ ഒരു ഓറഞ്ച് ഗ്രീൻ അതേ കോമ്പിനേഷനിൽ ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ട. ഭയങ്കര പ്രിറ്റിയാണ് കാണാനായിട്ട്. ഇത് അനാർക്കലി കട്ടല്ല ഒബ്വിയസ്ലി. എനിക്കിതിൻ്റെ ഫിറ്റും ആ ഡിസൈനും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ദുപ്പട്ട നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. ഇതൊരു വിസ്കസ് മെറ്റീരിയലാണ്, റയോൺ അല്ല. ചൂടെടുക്കുന്ന ടൈപ്പൊന്നും അല്ല. പിന്നെ കുറച്ച് തേക്കണം, ഇടയ്ക്കൊക്കെ ഒന്ന് അയൺ ചെയ്തൊക്കെ ഉപയോഗിക്കേണ്ട ടൈപ്പാണെന്ന് തോന്നുന്നു. ബട്ട് ഹേ, ഐ ലൈക്ക് ഇറ്റ്. ഓവറോൾ ആ ഫിറ്റ് ഇസ് റിയലി ഗുഡ്. ഒരു ബസ്റ്റിന് താഴോട്ട് കുറച്ച് ലൂസ് ഫിറ്റിംഗ് പോലെയാണ്. ദാറ്റ് ഡിപ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളതുപോലെ. എനിക്കിപ്പോൾ കാണുന്ന ഒരു ഫിറ്റിംഗ് ഓക്കെയാണ്. ആൻഡ് ആ ദുപ്പട്ടയുടെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ലൊരു കോൺട്രാസ്റ്റാണ് തരുന്നത്. ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉറപ്പായിട്ടും ഇടാം. ആ ഒരു നെക്കിൻ്റെ ആ ഡിസൈനും താഴേക്കുള്ള ലൈനും ഞാനത് കുറച്ച് ഡിഫറെൻറ്റ്, കുറച്ച് യുണീക്കായിട്ട് തോന്നി എനിക്ക് കണ്ടപ്പോൾ. ഇതുവരെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുർത്ത സെറ്റ്സ് ഒന്നും ഇല്ല. ഓവറോൾ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. ആൻഡ് സോ മെനി കളേഴ്സ് ടു ചൂസ് ഫ്രം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ആൻഡ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.